പാക് സൈനിക മേധാവിക്ക് സ്ഥാനചലനവും പാകിസ്ഥാനിലെ ആഭ്യന്തര കലാപവുമാണോ ഉണ്ടാകുന്നത്? ബലൂച്ച് രാജ്യം ഉണ്ടാകുമോ? ഈ സ്വതന്ത്ര ബലൂചിസ്ഥാന് വേണ്ടി ബലൂച്ച് ലിബറേഷൻ ആർമി കാലങ്ങളായി അവിടെ വലിയ ഡെഡ്ലി അറ്റാക്കുകൾ നടത്തുകയാണ്. പാകിസ്ഥാൻ ഒരു ആഭ്യന്തര കലാപത്തിലേക്ക് പോവുകയാണോ? ബലോച്ച് ലിബറേഷൻ ആർമി ക്വറ്റ പിടിച്ചതായിട്ടുള്ള വിവരങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പാകിസ്ഥാനെ സംബന്ധിച്ച് ഇത് പാകിസ്ഥാൻ ഒരിക്കലും ഓർക്കാൻ ആഗ്രഹിക്കാത്ത രാത്രിയായി മാറുകയാണ്. പാകിസ്ഥാൻ ഒരു ആഭ്യന്തര കലാപത്തിലേക്ക് നീങ്ങുന്നു എന്നാണ് ലഭ്യമാകുന്ന വിവരം. ക്വറ്റ പിടിച്ചു എന്നാണ് ഏറ്റവും ഒടുവിലായി വരുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ അത് വളരെ വളരെ ദീർഘമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതാണ്. പാകിസ്ഥാനെ ഓരോ സൈഡിൽ നിന്നും പ്രശ്നങ്ങൾ രൂക്ഷമാവുകയാണ്. അഫ്ഗാനിസ്ഥാൻ സൈഡിൽ അവർക്ക് ആശ്വാസമില്ല. തെഹരീക്ക് താലിബാൻ പാകിസ്ഥാനെതിരാണ്. ബലൂച്ച് ലിബറേഷൻ ആർമി കാലങ്ങളായി പാകിസ്ഥാൻ ഏറ്റവും വലിയ തലവേദനയാണ്. അതിർത്തിയിൽ വെടിവെട്ടുമ്പോഴേക്ക് ബലൂച്ച് ലിബറേഷൻ ആർമി നിർണായകമായ മുന്നേറ്റം നടത്തിയതായാണ് ലഭ്യമാകുന്ന വിവരം. ബസന്ത് ഡൽഹിയിൽ നിന്ന് തുടരുന്നുണ്ട്. ബസന്ത്, പാകിസ്ഥാൻ ഒരു ആഭ്യന്തര കലാപത്തിന്റെ വക്കിലാണോ? അഭിലാഷ്, പാകിസ്ഥാനിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തന്നെ ബലൂച്ച് ലിബറേഷൻ ആർമി, അതായത് BLA, പാക് സൈന്യത്തിന് നേരെ വൻതോതിലുള്ള ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നുണ്ട്. അതായത് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള സമ്മർദ്ദം കൂടി ആയതോടുകൂടി പാക് സേന നേരിടുന്ന വലിയ പ്രത്യാഘാതങ്ങളിൽ ഒന്നാണ് BLAയിൽ നിന്നുള്ള ആക്രമണം. കഴിഞ്ഞ ദിവസം ഒരു പാകിസ്ഥാനിലെ 7 പട്ടാളക്കാരെയാണ് വധിച്ചത്. ഇന്നലെ 20ഓളം പട്ടാളക്കാരെ ഒരു ബോംബ് സ്ഫോടനത്തിൽ BLA വധിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോൾ ക്വറ്റയിൽ BLA ആധിപത്യം സ്ഥാപിക്കുന്നു എന്നുള്ളൊരു വിവരം കൂടെ വരുന്നു. അതായത് ക്വറ്റയിൽ പാക് സൈന്യത്തിന് നേരെയുള്ള വലിയൊരു പ്രത്യാക്രമണമാണ് ഇപ്പോൾ ബലൂച്ച് ലിബറേഷൻ ആർമി നടത്തുന്നത്. അതായത് ബലൂച്ച് വിമോചന പോരാട്ടം ഏറെ നാളായി പാകിസ്ഥാൻ അടിച്ചമർത്താൻ ശ്രമിക്കുന്നുണ്ട്. പാക് സേന വലിയ ക്രൂരമായ തരത്തിലാണ് ബലൂച്ചിൽ വലിയ തോതിൽ ആക്രമണങ്ങൾ നടത്തുന്ന. ബലൂച്ച് പോരാളികളെയൊക്കെ തന്നെ പിടിച്ചുകൊണ്ടുപോയി തടവിലിടുകയോ വെടിവെച്ച് കൊല്ലുകയോ ഒക്കെ ചെയ്യുന്നുണ്ട്. ക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തുന്ന കേസുകളുണ്ട്. സ്ത്രീകളെ ഉപദ്രവിക്കുന്ന കേസുകൾ, ഇതെല്ലാം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ അന്താരാഷ്ട്ര സമൂഹത്തിൽ ഈ വിഷയം ഉന്നയിക്കാൻ ശ്രമിക്കുമ്പോഴൊന്നും വലിയ തോതിൽ അതിന് വലിയ ട്രാക്ഷൻ കിട്ടാത്തൊരു സാഹചര്യമുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ ഒരു സാഹചര്യം, അതായത് പഹൽഗാം സംഭവത്തിന് ശേഷം പാകിസ്ഥാൻ നേരിടുന്ന ഒരു വലിയ സമ്മർദ്ദത്തിൻ്റെ മേൽ ഇപ്പോൾ ആ ഒരു ബലൂച്ചിൽ ഒരു വിമോചന പോരാട്ടം ശക്തമായിട്ടുണ്ട്. വലിയ ആക്രമണങ്ങളാണ് ബലൂച്ച് ലിബറേഷൻ ആർമിയുടെ നേതൃത്വത്തിൽ പാക് സേനയ്ക്കെതിരെയുള്ള. ഇപ്പോൾ ക്വറ്റയിൽ BLA ആധിപത്യം സ്ഥാപിച്ചിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. പാക് സൈന്യം വിവിധ യുദ്ധമുഖങ്ങൾ തുറക്കാനുള്ള ഒരു വിഷയമുണ്ട്. ബലൂച്ചിൽ അവർ മേൽക്കൈ നേടുമെന്ന് അസീം മുനീർ അന്നത്തെ വിദ്വേഷ പ്രസംഗത്തിൽ പറഞ്ഞതിൽ ഒന്നതായിരുന്നു. ഇന്ത്യക്ക് മേലും ബലൂച്ചിലെ ഭീകരവാദികൾക്ക് നേരെ ഞങ്ങൾ മേൽക്കൈ നേടുമെന്നായിരുന്നു അസീം മുനീറിന്റെ പ്രഖ്യാപനം. പക്ഷേ ഇപ്പോൾ ബലൂച്ചിൽ വലിയ തോതിലുള്ള എതിർപ്പ് അല്ലെങ്കിൽ ഒരു പ്രതികരണമാണ് ഇപ്പോൾ അവർ നേരിടുന്നത്. പാകിസ്ഥാൻ ഒരു ആഭ്യന്തര കലാപത്തിന്റെ വക്കിലാണ്. നമുക്കറിയാം എങ്ങനെയാണ് 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിനൊടുവിൽ ബംഗ്ലാദേശ് സ്ഥാപിതമായത് എന്ന്. ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ നേതൃത്വത്തിൽ സമാനമായ വിധത്തിൽ ഇവിടെ ബലൂച്ച് റിബലുകൾ ഇപ്പോൾ ക്വറ്റയിലേക്ക് ക്വറ്റ പിടിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് വിവരം.